നെക്സ്റ്റ് ആണ് സ്ട്രോങ്ലി കണക്റ്റഡ് കമ്പോണൻസ്. ഒരു ഗ്രാഫിലെ സ്ട്രോങ്ലി കണക്റ്റഡ് കമ്പോണൻസ് കണ്ടുപിടിക്കാൻ ക്വസ്റ്റ്യൻ വരാം. അപ്പോൾ നമുക്കിന്ന് പഠിക്കാനുള്ള ടോപ്പിക്ക് സ്ട്രോങ്ലി കണക്റ്റഡ് കമ്പോണൻസ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ കണക്റ്റഡ് കമ്പോണൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഗ്രാഫ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് കണക്റ്റഡ് കമ്പോണൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കണക്റ്റഡ് സബ് ഗ്രാഫാണ്. അപ്പോൾ അതായത് ഒരു റീച്ചബിൾ ആയിട്ടുള്ള സ്റ്റേറ്റ്സ് ഉണ്ടാവണം. ഓക്കെ, ഇപ്പോൾ ഇതൊരു അൺഡയറക്റ്റഡ് ഗ്രാഫിലാണ് കാണിച്ചിരിക്കുന്നത്. ഒന്നിൽ കൂടുതൽ കണക്റ്റഡ് കമ്പോണൻസ് ഒരു ഗ്രാഫിന് വരാം. ഇപ്പോൾ V0, V1, V2 എന്നുള്ളത് ഒരു കണക്റ്റഡ് കമ്പോണൻ്റ് ആണ്. കാരണം നമുക്ക് V0 വഴി എന്തെത്താം, V1ലേക്കും അതേപോലെ V1 എന്ന് V0 വഴി V2ലെത്താം. പക്ഷേ V1, V3 കണക്റ്റഡ് അല്ല, കാരണം ദർ ഈസ് നോ എഡ്ജ് ബിറ്റ്വീൻ V1 ആൻഡ് V3. അതുപോലെ V3, V4ഉം കണക്റ്റഡ് കമ്പോണൻ്റ് ആണ്. ഓക്കെ, സോ നോഡ്സ് റീച്ചബിൾ ആവണം, കണക്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ, കണക്റ്റഡ് കമ്പോണൻ്റ് ആവണമെന്നുണ്ടെങ്കിൽ. സോ നമുക്ക് പഠിക്കാനുള്ളത് സ്ട്രോങ്ലി കണക്റ്റഡ് കമ്പോണൻസ് SCC. ഓക്കെ, അപ്പോൾ നമ്മൾ കണക്റ്റഡ് കമ്പോണൻസ് അൺഡയറക്റ്റഡ് ഗ്രാഫിൽ നമുക്ക് പറയാൻ പറ്റുള്ളൂ. നമുക്ക് സ്ട്രോങ്ലി കണക്റ്റഡ് കമ്പോണൻസ് എപ്പോഴും ഡയറക്റ്റഡ് ഗ്രാഫിലേ പറയാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഡയറക്റ്റഡ് ഗ്രാഫ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കണക്റ്റഡ് കമ്പോണൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വെർട്ടീസസും നമുക്ക് റീച്ചബിൾ ആവണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ വെർട്ടീസസ് സെറ്റിനെ നമുക്ക് എന്ത് പറയാം, കണക്റ്റഡ് കമ്പോണൻസ് ആണെന്ന് പറയാം. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നോക്കുക, ഇതൊരു V0 to V1 ഒരു പാത്ത് ഉണ്ട്, V1 to V2 ഒരു പാത്ത് ഉണ്ട്, V2 to V0 ഒരു പാത്ത് ഉണ്ട്. ദെൻ V1ൽ നിന്നും V3യിലേക്ക് ഒരു പാത്ത് ഉണ്ട്, V3യിൽ നിന്നും V4ലേക്ക് ഒരു പാത്ത് ഉണ്ട്. ഇനി നോക്കുക, ഞാൻ V0 എടുക്കുകയാണെങ്കിൽ V0 എന്ന് തുടങ്ങി എനിക്ക് V1 പോയി V2ൽ പോയി V0 തന്നെ തിരിച്ചെത്താൻ പറ്റുന്നുണ്ട്. ഞാൻ V1 എന്ന് തുടങ്ങുകയാണെങ്കിൽ V1 നിന്ന് V2 V0 V1ൽ തിരിച്ചെത്താൻ പറ്റുന്നുണ്ട്. V2 എടുക്കുകയാണെങ്കിൽ V2 നിന്ന് V0ലേക്ക് പോയി V0 നിന്ന് V1ലേക്ക് പോയി V1 നിന്ന് തിരിച്ച് വീണ്ടും V2ൽ റീച്ചബിൾ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് പറയാം, V0, V1, V2 എന്നുള്ളത് ഒരു സ്ട്രോങ്ലി കണക്റ്റഡ് കമ്പോണൻ്റ് ആണെന്ന് പറയാം. ഓക്കെ, ഇനി ഞാൻ V1ഉം V3, V4 എടുക്കുക വിചാരിച്ചോ. അപ്പോൾ V1 to V3 എടുക്കുമ്പോൾ V1 നിന്ന് V3യിലേക്ക് പോയി, V3 നിന്ന് എനിക്ക് V4ലേക്ക് പോയി, പക്ഷേ എനിക്ക് ഒരിക്കലും തിരിച്ച് V1ലേക്ക് എത്തുന്നില്ല, റീച്ചബിൾ അല്ല. സോ നമുക്ക് അത് സ്ട്രോങ്ലി കണക്റ്റഡ് കമ്പോണൻ്റായി എടുക്കാൻ പറ്റില്ല. V1, V3 മാത്രം എടുക്കുമ്പോഴും തിരിച്ച് V3 നിന്ന് എനിക്ക് V1ൽ റീച്ചബിൾ അല്ല, അപ്പോൾ എടുക്കാൻ പറ്റില്ല. V3, V4 എടുക്കുമ്പോൾ V3 നിന്ന് എനിക്ക് V4ലേക്ക് എത്തുന്നുണ്ട്, പക്ഷേ തിരിച്ചൊരിക്കലും V3യിൽ റീച്ചബിൾ അല്ല. ഓക്കെ, അപ്പോൾ V3യും V4ഉം എന്താണ്, ഒറ്റയ്ക്ക് എഴുതണം. ഓക്കെ, സോ V0, V1, V2 ഒരു കമ്പോണൻറ്റ്, V3 ഒരു കമ്പോണൻറ്റ്, V4 ഒരു കമ്പോണൻറ്റ്. ഓക്കെ, അപ്പോൾ റീച്ചബിൾ ആണെങ്കിൽ മാത്രമേ നമുക്കത് സ്ട്രോങ്ലി കണക്റ്റഡ് കമ്പോണൻ്റ് എന്ന് പറയാൻ പറ്റുള്ളൂ. സോ V0, V1, V2 ഒരു സ്ട്രോങ്ലി കണക്റ്റഡ് കമ്പോണൻ്റ് ആണ്, V3 ഒരു സ്ട്രോങ്ലി കണക്റ്റഡ് കമ്പോണൻ്റ് ആൻഡ് V4. ഓക്കെ, ഇനി നമുക്ക് സ്ട്രോങ്ലി കണക്റ്റഡ് കമ്പോണൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഡാറ്റ സ്ട്രക്ചറിൽ യൂസ് ചെയ്യുന്ന അൽഗോരിതമാണ് കൊസരാജോസ് അൽഗോരിതം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ അൽഗോരിതം 2 പാസ്സായിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് പാസ് നമ്മൾ 4 സ്റ്റെപ്പ് ഫസ്റ്റ് പാസും ബാക്കിയുള്ള 5, 6, 7 3 സ്റ്റെപ്പുകൾ സെക്കൻഡ് പാസും. അപ്പോൾ ഫസ്റ്റ് പാസ് നമ്മൾ ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രാഫിൽ എല്ലാ വെർട്ടീസസിലും നമ്മൾ ഫസ്റ്റ് പാസ് കംപ്ലീറ്റ് ചെയ്യുക, എന്നിട്ട് മാത്രമേ നമ്മൾ അതിൽ സെക്കൻഡ് പാസ് ചെയ്യാൻ പാടുള്ളൂ. സോ ഫസ്റ്റ് പാസ് നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് തന്നിരിക്കുന്ന ഗ്രാഫിലെ എല്ലാ വെർട്ടീസസിനെയും നമ്മൾ അൺവിസിറ്റഡ് ആക്കുക. സെറ്റ് ഓൾ വെർട്ടീസസ് ഓഫ് അവർ ഗ്രാഫ് G ആർ അൺവിസിറ്റഡ്. ഓക്കെ, ഇപ്പോൾ തന്നിരിക്കുന്ന ഗ്രാഫിലെ എല്ലാ വെർട്ടീസസിനെയും എന്താക്കണം, അൺവിസിറ്റഡ് ആക്കണം. എന്നിട്ട് നമ്മൾ അത് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ചെയ്യേണ്ടത് ഒരു സ്റ്റാക്ക് ക്രിയേറ്റ് ചെയ്യണം. നമ്മൾ DFS ട്രാവേഴ്സിലാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. സോ ഇവിടെ ഒരു സ്റ്റാക്ക് ക്രിയേറ്റ് ചെയ്യുക, എംപ്റ്റി സ്റ്റാക്ക്. ഇനി നമ്മൾ DFS ട്രാവേഴ്സിൽ പെർഫോം ചെയ്യാൻ പോവുകയാണ് അല്ലേ. എല്ലാ വെർട്ടീസസും അൺവിസിറ്റഡ് ആക്കിയിട്ടുണ്ട്. ഇനി അൺവിസിറ്റഡ് വെർട്ടീസസിൽ നമ്മൾ DFS ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ അതിൽ റാൻഡമായിട്ട് ഫസ്റ്റ് നമ്മൾ ഒരു നോഡിനെ, ഒരു വെർട്ടെക്സിനെ നമ്മൾ സെലക്ട് ചെയ്യുന്നു, അതിനെ വിസിറ്റഡ് ആക്കുന്നു. എന്നിട്ട് അതിൻ്റെ നെയ്ബർ നോഡിനെ നോക്കും. നെയ്ബർ വിസിറ്റഡ് അല്ല എങ്കിൽ അതിനെ വിസിറ്റഡ് ആക്കും. ഓക്കെ, അപ്പോൾ വിസിറ്റഡ് അല്ലാത്ത നെയ്ബേഴ്സിനൊക്കെ എന്ത് ചെയ്യും, വിസിറ്റഡ് ആക്കും. വീണ്ടും നമ്മൾ ആ പ്രോസസ്സ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് വരുമ്പോൾ ചിലപ്പോൾ നെയ്ബർ വിസിറ്റഡ് ആയിട്ടുണ്ടാവും. അങ്ങനെ വിസിറ്റഡ് ആവുകയാണെങ്കിൽ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യാം. ഓക്കെ, അപ്പോൾ വിസിറ്റഡ് അല്ലാത്ത നെയ്ബർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ വിസിറ്റഡ് ആക്കണം. വിസിറ്റഡ് ആണെങ്കിൽ നമുക്ക് സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യണം. സോ നമ്മൾ ആദ്യം ചെയ്യുന്നത് ഗ്രാഫിലുള്ള എല്ലാ വെർട്ടീസസിനെയും അൺവിസിറ്റഡ് ആക്കുക. ദെൻ നമ്മൾ എന്ത് ചെയ്യുക, ഒരു എംപ്റ്റി സ്റ്റാക്കിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. ദെൻ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ എന്ത് ചെയ്യണം, ഏതെങ്കിലും ഒരു നോഡിനെ, ഒരു വെർട്ടെക്സിനെ നമ്മൾ സെലക്ട് ചെയ്യുക. നമ്മൾ വെർട്ടെക്സിനെ നമ്മൾ സെലക്ട് ചെയ്യുക, എന്നിട്ട് അതിൻ്റെ അൺവിസിറ്റഡ് ആയിട്ടുള്ള നെയ്ബേഴ്സിനെ നോക്കുക. അതിൻ്റെ അൺവിസിറ്റഡ് നെയ്ബർ എന്തൊക്കെയാവാം, അൺവിസിറ്റഡ് നെയ്ബർ, അതായത് അതിൻ്റെ നെയ്ബറിനെ നോക്കുക. ആ വെർട്ടെക്സിൻ്റെ നെയ്ബറിനെ നോക്കുമ്പോൾ ആ നെയ്ബർ അൺവിസിറ്റഡ് ആണെന്നുണ്ടെങ്കിൽ അതിനെന്താക്കുക, വിസിറ്റഡ് ആക്കുക. ഇനി ആൾറെഡി വിസിറ്റഡ് ആണെങ്കിൽ എന്ത് ചെയ്യണം, അതിനെ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യുക. സ്റ്റാക്കിലേക്ക് നമ്മൾ പുഷ് ചെയ്യണം. സോ നമ്മളൊരു നോഡ് എടുക്കുമ്പോൾ ആ നോഡിന് നെയ്ബർ നോക്കി, നെയ്ബർ അൺവിസിറ്റഡ് ആണെങ്കിൽ അതിനെ വിസിറ്റഡ് ആക്കുന്നു, അത് വിസിറ്റഡ് ആണെങ്കിൽ അതിനെ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യും. നമ്മൾ വിസിറ്റഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ റിവേഴ്സ് പ്രോസസ്സിൽ നമ്മൾ എന്ത് ചെയ്യണം,
അതിൻ്റെ അൺവിസിറ്റഡ് നെയ്ബറിനെ നോക്കണം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഡയറക്ഷൻ ഇങ്ങനെയാണ് എങ്കിൽ ഈ V1ൻ്റെ തിരിച്ചു പോയിട്ട് അതിൻ്റെ നെയ്ബർ നോക്കുക പറയുമ്പോൾ V1ൻ്റെ തിരിച്ച് ബാക്കിലേക്ക് വരുമ്പോൾ V2. ഓക്കെ, ശരിക്കും V1ൻ്റെ നെയ്ബർ എന്ന് പറയുന്നത് V2ൻ്റെ നെയ്ബർ V1 ആണ്. കാരണം V2ൻ്റെ ഡയറക്റ്റഡ് കണക്ഷൻ ആർക്കാണ്? V1ലേക്കാണ് എഡ്ജ് ഉള്ളത്. സോ V2ൻ്റെ നെയ്ബറാണ് V1. പക്ഷേ നമുക്ക് വിസിറ്റഡ്, ഇപ്പോൾ നമ്മൾ ഒരു നോഡിൽ നോക്കി അത് വിസിറ്റഡ് ആണ് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിൻ്റെ തിരിച്ചു പോയിട്ടുള്ള നെയ്ബറിനെ നോക്കണം. അതായത് അതിൻ്റെ റിവേഴ്സ് എഡ്ജുള്ള വെർട്ടെക്സ് നോക്കുക. ഓക്കെ, അത് നമുക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവും. സോ അതാണ് നമ്മുടെ തേർഡ് സ്റ്റെപ്പിൽ ചെയ്യുന്നത്. നമ്മൾ എന്ത് ചെയ്യുക? ഈ തേർഡ് സ്റ്റെപ്പ് എന്ത് ചെയ്യുക? കണ്ടിന്യൂ ചെയ്യുക. കണ്ടിന്യൂ സ്റ്റെപ്പ് 3 അണ്ടിൽ ആൾ നോഡ്സ് ആർ വിസിറ്റഡ്. എല്ലാ നോഡും വിസിറ്റഡ് ആവുന്നത് വരെ നമ്മൾ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതാണ് ഫസ്റ്റ് പാസ്. നെക്സ്റ്റ് ആണ് സെക്കൻഡ് പാസ്. ഓക്കെ, അപ്പോൾ പാസ് 2 നമ്മൾ ആദ്യം ചെയ്യുന്നത്, നമ്മൾ എന്ത് ചെയ്യുന്നു? ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് പാസ് കഴിയുമ്പോൾ എല്ലാ വെർട്ടിസസും എന്തായിട്ടുണ്ടാവും? വിസിറ്റഡ് ആയിട്ടുണ്ടാവും അല്ലേ? എല്ലാ വെർട്ടിസസും വിസിറ്റഡ് ആയിട്ടുണ്ടാവും. നമ്മൾ സെക്കൻഡിൽ ചെയ്യേണ്ടത് നമ്മൾ ഗ്രാഫിനെ റിവേഴ്സ് ചെയ്യണം. ഗ്രാഫിനെ നമ്മൾ റിവേഴ്സ് ചെയ്യും. അതായത് എല്ലാ വെർട്ടെക്സിനെയും, അതായത് ഇപ്പോൾ ഇങ്ങനെയാണ് എഡ്ജ് എങ്കിൽ നമ്മൾ എങ്ങനെ വരയ്ക്കണം? ഇങ്ങനെ വരയ്ക്കണം. അതായത് എഡ്ജിനെ നമ്മൾ റിവേഴ്സ് ചെയ്യാം. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എല്ലാ വിസിറ്റഡ് വെർട്ടെക്സും എല്ലാം വിസിറ്റഡ് ആയിട്ടുണ്ടാവും. ഫസ്റ്റ് പാസ് കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? എല്ലാ വെർട്ടെക്സിനെയും നമ്മൾ എന്താക്കുക? അൺവിസിറ്റഡ് ആക്കുക. എല്ലാ വെർട്ടെക്സസും അൺവിസിറ്റഡ് ആക്കുക. ഓക്കെ, അപ്പോൾ സെക്കൻഡ് പാസിൽ നമ്മൾ ചെയ്യുന്നത് ഗ്രാഫിനെ റിവേഴ്സ് ചെയ്യുക, എല്ലാ നോഡുകളെയും അൺവിസിറ്റഡ് ആക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? സ്റ്റാക്ക് എംപ്റ്റി ആവാത്തത് വരെ നമ്മൾ നെക്സ്റ്റ് പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യണം. അതായത് ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. അതായത് നമ്മൾ അതൊന്ന് ഒരു വെർട്ടെക്സിനെ, സ്റ്റാക്കിൻ്റെ ടോപ്പിൽ നിന്ന് നമ്മൾ ഒരു വെർട്ടെക്സിനെ നമ്മൾ പോപ്പ് ചെയ്യണം. ഫസ്റ്റ് പാസ് കഴിയുമ്പോൾ ഗ്രാഫ് എല്ലാ വെർട്ടെക്സസും സ്റ്റാക്കിൽ വന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? സെക്കൻഡ് പാസ് വരുമ്പോൾ നമ്മൾ അതിന്ന് ടോപ്പിൽ കിടക്കുന്ന വെർട്ടെക്സിന് നമ്മൾ എന്ത് ചെയ്യുക? പോപ്പ് ചെയ്തിട്ട് അതിൻ്റെ നെയ്ബറിനെ നോക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ പോപ്പ് ചെയ്യുക വെർട്ടെക്സിന്, എന്നിട്ട് അത് വിസിറ്റഡ് അല്ല എങ്കിൽ അതിനെ വിസിറ്റഡ് ആക്കുക. എന്നിട്ട് അതിൻ്റെ നെയ്ബേഴ്സിനെ നോക്കുക. നെയ്ബർ വിസിറ്റഡ് അല്ലെങ്കിൽ അതിനെ വിസിറ്റഡ് ആക്കുക. ഓക്കെ, അപ്പോൾ എന്നിട്ട് നമ്മൾ DFS പെർഫോം ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും? ലാസ്റ്റ് കിട്ടുന്നത് അതിൻ്റെ സ്ട്രോങ്ലി കണക്റ്റഡ് കമ്പോണൻസ് ആയിരിക്കും. അപ്പോൾ ഞാൻ എക്സാമ്പിൾ പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് തന്നിരിക്കുന്ന ഗ്രാഫിൽ എല്ലാ വെർട്ടീസസിനെയും നമുക്ക് എന്ത് ചെയ്യണം? അൺവിസിറ്റഡ് ആക്കണം. സോ ഇതിനൊക്കെ എന്താക്കുക? അൺവിസിറ്റഡ് ആക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ തന്നിരിക്കുന്ന ഗ്രാഫിൽ എല്ലാ വെർട്ടീസസിനെയും അൺവിസിറ്റഡ് ആക്കി നമ്മളൊരു എംപ്റ്റി സ്റ്റാക്കും ക്രിയേറ്റ് ചെയ്തു. സ്റ്റാക്ക് എന്താണ്? ഇതിൽ എംപ്റ്റി ആണ്. സോ നമ്മൾ എംപ്റ്റി സ്റ്റാക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ പറയുന്നത് എന്താണ്? എല്ലാ വെർട്ടീസിനെയും അൺവിസിറ്റഡ് ആക്കി സ്റ്റാക്ക് നമ്മൾ എംപ്റ്റി ക്രിയേറ്റ് ചെയ്തു. ഇനി നമ്മൾ DFS ചെയ്യണം. ഒരു അൺവിസിറ്റഡ് വെർട്ടെക്സ് എടുത്തിട്ട് അതിനെ വിസിറ്റഡ് ആക്കണം, അതിൻ്റെ നെയ്ബർ നോക്കണം. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിൽ നിന്നും നമ്മൾ V1നെ ഞാൻ സ്റ്റാർട്ടിംഗ് വെർട്ടെക്സ് ആക്കി എടുത്തു. ആ വെർട്ടെക്സ് അൺവിസിറ്റഡ് ആണ്. സോ ഞാൻ എന്ത് ചെയ്യണം? ഇതിനെ ഞാൻ വിസിറ്റഡ് ആക്കും. എന്നിട്ട് ഞാൻ ഇതിനെ നെയ്ബറിനെ നോക്കി. നെയ്ബർ വിസിറ്റഡ് അല്ല. സോ എന്ത് ചെയ്യും? ഇതിനെ വിസിറ്റഡ് ആക്കും. എന്നിട്ട് V4 നെയ്ബർ നോക്കും. ഇതും വിസിറ്റഡ് അല്ല. സോ ഞാൻ എന്ത് ചെയ്യും? ഇതിനെ ഞാൻ വിസിറ്റഡ് ആക്കും. സോ ഇനീഷ്യലി ഇതെല്ലാം എന്തായിരുന്നു? അൺവിസിറ്റഡ് ആണ് അല്ലേ? ഇതെല്ലാം അൺവിസിറ്റഡ് ആണ്. സോ ഞാൻ എന്ത് ചെയ്യുന്നു? ആദ്യം ഞാൻ V1നെ എടുത്തു. നമ്മൾ V1നെ എടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു? ഞാൻ V1നെ ഞാൻ വിസിറ്റഡ് ആക്കി. ഓക്കെ, എന്നിട്ട് ഞാൻ ഈ V1ൻ്റെ നെയ്ബറിനെ നോക്കണം. V1ൻ്റെ നെയ്ബർ എന്ന് പറയുന്നത് V1ൽ നിന്ന് പോകുന്ന എഡ്ജ്, അതായത് V2 ആണ് അതിൻ്റെ നെയ്ബർ. V2 വിസിറ്റഡ് ആണോ? അല്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? V4നെയും ഞാൻ എന്താക്കി? വിസിറ്റഡ് ആക്കി. ദെൻ V4ൻ്റെ നെയ്ബർ എന്ന് പറയുന്നത് അതിൽ പോകുന്ന എഡ്ജ് ഏതാണ്? V7ലേക്കാണ് അല്ലേ? സോ V7 ആണ് നെയ്ബർ. V7 അൺവിസിറ്റഡ് ആണ്. ഞാൻ V7 എന്താക്കി? വിസിറ്റഡ് ആക്കി. ഇനി V7ൻ്റെ നെയ്ബർ എന്ന് പറയുന്നത് V1 ആണ്. V1 എന്ന് പറയുന്നത് ആൾറെഡി വിസിറ്റഡ് ആണ് അല്ലേ? അപ്പോൾ എന്ത് ചെയ്യും നമ്മൾ? സോ V7ന് അൺവിസിറ്റഡ് നെയ്ബർ ഇല്ല. V7 അൺവിസിറ്റഡ് നെയ്ബർ ഇല്ല അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? എംപ്റ്റി സ്റ്റാക്കിലേക്ക് നമ്മൾ V7നെ പുഷ് ചെയ്യും. എന്നിട്ട് നമ്മളിനി തിരിച്ചാണ് വരേണ്ടത്. അൺവിസിറ്റഡ് നെയ്ബർ ഇല്ല എങ്കിൽ നമ്മൾ തിരിച്ചു വരണം. അപ്പോൾ നമ്മൾ V1ൻ്റെ V1 നമ്മൾ ആൾറെഡി തുടങ്ങി, അത് വിസിറ്റഡ് അല്ല. സോ അതിന് ഞാൻ വിസിറ്റഡ് ആക്കി. അതിൻ്റെ നെയ്ബർ എടുത്തു V4 വിസിറ്റഡ് അല്ല. സോ V4 വിസിറ്റ് ചെയ്തു. V4ൻ്റെ നെയ്ബർ V7 ആണ്. V7 വിസിറ്റഡ് ആയിരുന്നില്ല. സോ ഞാൻ V7നെ വിസിറ്റ് ചെയ്തു. വീണ്ടും V7ൻ്റെ നോക്കുമ്പോൾ V1 ആണ്. V1 ആൾറെഡി വിസിറ്റഡ് ആണ്. സോ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിന് അൺവിസിറ്റഡ് നെയ്ബർ ഇല്ലാത്തത് കൊണ്ട് ഈ V7നെ നമ്മൾ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യും. നെക്സ്റ്റ് ഗോ ബാക്ക്, തിരിച്ചു പോയിട്ട് പോകണം. ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല, ബാക്കിലേക്ക് പോവുക. V7ൻ്റെ
എന്താണ് പിന്നെ നെക്സ്റ്റ് ഗോ ബാക്ക് പോകുമ്പോൾ നമുക്ക് V4 ആണ് കിട്ടുക. V4ന് അൺവിസിറ്റഡ് നെയ്ബർ ഉണ്ടോ നോക്കുക. V4ൻ്റെ അൺവിസിറ്റഡ് നെയ്ബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ല അല്ലേ, ഇതല്ലേ V7 അല്ലേ, അൺവിസിറ്റഡ് നെയ്ബർ ഇല്ല. സോ നമ്മൾ എന്ത് ചെയ്യും, സ്റ്റാക്കിലേക്ക് V4നെ പുഷ് ചെയ്യും. തിരിച്ച് വീണ്ടും പോയി V1ലേക്ക് പോയി, V1നും അൺവിസിറ്റഡ് നെയ്ബർ ഇല്ല. എന്താണ് V4 ആണല്ലേ, അത് അൺവിസിറ്റഡ് അല്ല, വിസിറ്റഡ് ആണ്. സോ V1ഉം എന്താണ് അൺവിസിറ്റഡ് നെയ്ബറില്ല. സോ നമ്മൾ V1ലെയും സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യും. ഓക്കെ, അപ്പോൾ V7 V4 V1. ഓക്കെ, അപ്പോൾ നമ്മൾ DFS ട്രാവേഴ്സിൽ കിട്ടിയിരിക്കുന്നത് V1 V4 V7 ആണ്. ഓക്കെ, ഇനി എന്ത് ചെയ്തു, ഇനി നമുക്ക് എന്ത് ചെയ്യണം, നെക്സ്റ്റ് നമുക്ക് ഇപ്പോൾ ഇത്രയും വിസിറ്റഡ് ആയി അല്ലേ, ഇനി എനിക്ക് ഈ പാത്ത് എടുക്കണം, ഈ പോർഷൻ എടുക്കണം, കാരണം ഇവിടെയാണ് അൺവിസിറ്റഡ് ആയിട്ടിരിക്കുന്നത്. സോ എന്ത് ചെയ്യണം, V1നെ ഞാൻ സെലക്ട് ചെയ്തു. സോ ഞാൻ ഇപ്പോൾ V1 V4 V7 എന്നുണ്ട് അല്ലേ. അപ്പോൾ നെക്സ്റ്റ് ഞാൻ സെലക്ട് ചെയ്യുന്നത് V9 ആണ്. സോ V9 വിസിറ്റഡ് അല്ല അല്ലേ, അപ്പോൾ ഞാൻ V9 എടുത്തു, V9 ഞാൻ വിസിറ്റഡ് ആക്കി. ഓക്കെ, V9ൻ്റെ അൺവിസിറ്റഡ് നെയ്ബർ V3 ആണ്, V3 വിസിറ്റഡ് അല്ല. സോ V3നെ ഞാൻ വിസിറ്റ് ചെയ്യിപ്പിച്ചു. V3യുടെ നെയ്ബർ എന്ന് പറഞ്ഞാൽ V6 ആണ്, അതും വിസിറ്റഡ് അല്ല. സോ ഞാൻ അതിനെ വിസിറ്റഡ് ആക്കി. V6ൻ്റെ നെയ്ബർ എന്ന് പറയുന്നത് V9 ആണ്, അത് അൺവിസിറ്റഡ് അല്ല, വിസിറ്റഡ് ആണ്. സോ നമുക്ക് എന്ത് ചെയ്യണം, V6നെ നമുക്ക് സ്റ്റാക്കിലേക്ക് എന്ത് ചെയ്യണം, പുഷ് ചെയ്യണം. തിരിച്ചു പോയി V3ക്കും അൺവിസിറ്റഡ് നെയ്ബർ ഇല്ല അല്ലേ, V6 ആണ്, അത് ഓൾറെഡി വിസിറ്റഡ് ആണ്. സോ V3നെ നമ്മൾ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യുന്നു. ഞാൻ V3 തിരിച്ചു പോയി V9ന് സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യുന്നു. V9നും അൺവിസിറ്റഡ് നെയ്ബർ ഇല്ല. ഓക്കെ, അപ്പോൾ ഈ പോർഷൻ കഴിഞ്ഞു. ഇപ്പോൾ DFSൽ ഇത്രയും കിട്ടി. ഇനി നെക്സ്റ്റ് ഈ പോർഷനാണ് ചെയ്യാനുള്ളത്. ഓക്കെ, V8 V2 V5. സോ ഞാൻ V8നെ സെലക്ട് ചെയ്തു. V8 അൺവിസിറ്റഡ് ആണ്. സോ ഞാൻ V8നെ വിസിറ്റ് ചെയ്യിപ്പിച്ചു. V8ൻ്റെ നെയ്ബർ എന്ന് പറയുന്നത് V5 ആണ്. സോ എന്ത് ചെയ്തു, V5 അൺവിസിറ്റഡ് ആണ്. സോ അതിനെ ഞാൻ വിസിറ്റഡ് ആക്കി. V5ൻ്റെ നെയ്ബർ എന്ന് പറയുന്നത് V2, ഇറ്റ് ഈസ് നോട്ട് വിസിറ്റഡ്. സോ വി മേക്ക് ഇറ്റ് വിസിറ്റഡ് V2. V2ൻ്റെ എടുക്കുമ്പോൾ V8 ആണ് നെയ്ബർ, പക്ഷേ V8 ഓൾറെഡി വിസിറ്റഡ് ആണ്. അപ്പോൾ അതിന് അൺവിസിറ്റഡ് നെയ്ബർ ഇല്ല. സോ V2നെ നമ്മൾ എന്ത് ചെയ്യുന്നു, അൺവിസിറ്റഡ് നെയ്ബർ ഇല്ലെങ്കിൽ ആ നോഡിനെ നമ്മൾ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യണം. ഓക്കെ, സോ ഞാൻ V2നെ ഞാൻ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്തു. ഓക്കെ, തിരിച്ചു വന്നു, ഇല്ലെങ്കിൽ തിരിച്ചാണ് വരേണ്ടത്. V5 എടുത്തു, V5നും നെയ്ബർ ഇല്ല. തിരിച്ചു പോയി V8ന് നെയ്ബർ ഇല്ല. ഓക്കെ, അപ്പോൾ എല്ലാം വിസിറ്റഡ് ആയി കഴിഞ്ഞല്ലോ. ഇനി ഇതാണ് നമ്മുടെ ഫൈനൽ സ്റ്റാക്ക്. സോ V8 V5 V2 V9 V3 V6 V1 V4 V7 ഇതാണ് നമ്മുടെ സ്റ്റാക്ക്. ഓക്കെ, അപ്പോൾ നമ്മുടെ പാസ് 1 കംപ്ലീറ്റ് ആയി, കാരണം എല്ലാ വെർട്ടിസസും വിസിറ്റഡ് ആയി. ഇനി നമ്മൾ സെക്കൻഡ് പാസിൽ ചെയ്യേണ്ടത് ഇതിനെല്ലാം അൺവിസിറ്റഡ് ആക്കണം. ഈ എല്ലാ വെർട്ടെക്സിനെയും നമ്മൾ അൺവിസിറ്റഡ് ആക്കുക. എന്നിട്ട് ഈ എഡ്ജൊക്കെ മാറ്റുക, ഇങ്ങോട്ടുള്ള എഡ്ജൊക്കെ ഇങ്ങോട്ടാക്കുക. അതായത് ഗ്രാഫിനെ റിവേഴ്സ് ചെയ്യിപ്പിക്കുക. ഓക്കെ, സോ പാസ്റ്റ് 2 നമ്മൾ എന്ത് ചെയ്തു, എഡ്ജിനെ റിവേഴ്സ് ചെയ്തു, എല്ലാ വെർട്ടിസസിനെയും അൺവിസിറ്റഡ് ആക്കി മാറ്റി. ഇനി നമ്മൾ ഇപ്പോൾ നമ്മുടെ സ്റ്റാക്ക് എങ്ങനെയാണ്, സോ നമ്മുടെ സ്റ്റാക്ക് ഇങ്ങനെയാണ് അല്ലേ. ഫൈനൽ സ്റ്റാക്ക് പാസ് 1 കഴിഞ്ഞപ്പോൾ നമ്മുടെ പാസ് 1ൽ നമ്മൾ എല്ലാ നോഡും വിസിറ്റഡ് ആയിരുന്നു. അതുപോലെ നമ്മൾ പാസ് 2ൽ എത്തുമ്പോൾ അതിനെല്ലാം റിവേഴ്സിൽ എഡ്ജ് കൊടുത്തു, അതുപോലെ എല്ലാ വെർട്ടിസസിനെയും അൺവിസിറ്റഡ് ആക്കി. നമ്മുടെ സ്റ്റാക്ക് ഇതാണ്. ഓക്കെ, അപ്പോൾ പാസ് 1 കഴിഞ്ഞപ്പോൾ നമ്മുടെ സ്റ്റാക്കിൽ ഇത്രയും വെർട്ടിസസ് കിടക്കുന്നുണ്ട്. സ്റ്റാക്കിൻ്റെ ടോപ്പിലാണ് V8. സോ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ഗ്രാഫ് എംപ്റ്റി ആവാത്തത് വരെ നമുക്ക് എന്ത് ചെയ്യണം, നമ്മൾ ഈ പ്രൊസീജിയർ ചെയ്യണം. അതായത് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ടോപ്പിൽ കിടക്കുന്ന വെർട്ടെക്സിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, പോപ്പ് ചെയ്യുന്നു. സോ ഇതിനെ ഞാൻ പോപ്പ് ചെയ്തു. ഓക്കെ, എന്നിട്ട് ഇതിൻ്റെ V8 ആണ് പോപ്പ് ചെയ്ത് അല്ലേ. അപ്പോൾ എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഞാൻ V8നെ എന്താക്കണം, വിസിറ്റഡ് ആക്കണം. എന്നിട്ട് V8നെ ഞാൻ നെയ്ബറിനെ നോക്കി. നെയ്ബർ എന്ന് പറയുന്നത് V2 ആണ്. V2 അൺവിസിറ്റഡ് ആണ്. സോ V8നെ ഞാൻ വിസിറ്റ് ചെയ്തു അല്ലേ. V8നെ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. V8ൻ്റെ നെയ്ബർ അൺവിസിറ്റഡ് നെയ്ബർ V2 ആണ്. സോ V2നെ ഞാൻ വിസിറ്റ് ചെയ്തു. V2ൻ്റെ അൺവിസിറ്റഡ് നെയ്ബർ എന്ന് പറയുന്നത് V5 ആണ്. സോ ഞാൻ V5നെയും വിസിറ്റ് ചെയ്തു. V5ൻ്റെ അൺവിസിറ്റഡ് നെയ്ബർ എന്ന് പറഞ്ഞാൽ ആരുമില്ല ഇല്ല. അപ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ അവിടെ പ്രോസസ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, സോ ഇതാണ് ഫസ്റ്റ് കമ്പോണൻറ്റ്. ഓക്കെ, നമുക്ക് ഗോ ബാക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഫസ്റ്റ് കമ്പോണൻറ്റ് കിട്ടി. ഇനി നെക്സ്റ്റ് നമുക്ക് അപ്പോൾ ഒരു കമ്പോണൻറ്റ് കിട്ടിയാൽ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് വീണ്ടും സെയിം പ്രൊസീജിയർ ചെയ്യുക. സ്റ്റാക്ക് എംപ്റ്റി അല്ലാത്തത് വരെ നമ്മൾ എന്ത് ചെയ്യണം, പോപ്പ് ചെയ്യണം. സോ ഞാൻ V5നെ ഞാൻ പോപ്പ് ചെയ്തു. പോപ്പ് ചെയ്യുന്ന സമയത്ത് V5 നോക്കിയപ്പോൾ ആൾറെഡി വിസിറ്റഡ് ആണ്. സോ എനിക്ക് എഴുതേണ്ട ആവശ്യമില്ല, ട്രാവേഴ്സിൽ ചെയ്യേണ്ട ആവശ്യമില്ല. ആൾറെഡി വിസിറ്റഡ് ആണെങ്കിൽ പിന്നെ ട്രാവേഴ്സിലില്ല. നെക്സ്റ്റ് V2 ആണ് ടോപ്പ് കിടക്കുക അല്ലേ. ടോപ്പ് ഇവിടേക്ക് പോയിന്റ് ചെയ്തു. V2 ആണ്. V2 ഓൾറെഡി വിസിറ്റഡ് ആണ്. സോ എന്താണ്, V2 DFS ട്രാവേഴ്സ് ചെയ്യേണ്ട. നെക്സ്റ്റ് എനിക്ക് പോപ്പ് ചെയ്യാനുള്ളതാണ് V9.
ഓക്കെ, V9 ആൾറെഡി വിസിറ്റഡ് അല്ല അല്ലേ. അപ്പോൾ V9ൻ്റെ അൺവിസിറ്റഡ് നെയ്ബർ V6. അപ്പോൾ V9 വിസിറ്റ് ചെയ്തു, സോ നമ്മൾ V9 എഴുതി. പിന്നെ അൺവിസിറ്റഡ് നെയ്ബർ V6 ആണ്. V6നെ നമ്മൾ വിസിറ്റ് ചെയ്തു. V6ന് അൺവിസിറ്റഡ് നെയ്ബർ V3 ആണ്. V3നെ വിസിറ്റ് ചെയ്തു. V3യുടെ അൺവിസിറ്റഡ് നെയ്ബർ V1 ആണോ? V3യുടെ നെയ്ബർ V9 ആണ്, പക്ഷേ അൺവിസിറ്റഡ് അല്ല അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, അവിടെ വെച്ചിട്ട് കമ്പോണൻറ്റ് കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യണം, അപ്പോൾ അത് കഴിഞ്ഞ് കമ്പോണൻറ്റ് സ്ട്രോങ്ലി കണക്റ്റഡ് കമ്പോണൻറ്റ് കിട്ടി. നെക്സ്റ്റ് നമുക്ക് ചെയ്യേണ്ടത് വീണ്ടും ഈ പ്രൊസീജിയർ ചെയ്യുക. സ്റ്റാക്ക് എം ടി അല്ലാത്തത് വരെ നമുക്ക് പോപ്പ് ചെയ്യണം. സോ V3നെ പോപ്പ് ചെയ്യാൻ നോക്കി. V3നെ പോപ്പ് ഇപ്പോൾ V3 ഓൾറെഡി വിസിറ്റഡ് ആണ്, സോ നമുക്ക് ട്രാവേഴ്സ് ചെയ്യേണ്ട. നെക്സ്റ്റ് V6 ആണ്. V6 ഓൾറെഡി വിസിറ്റഡ് ആണ്, സോ ട്രാവേഴ്സ് ചെയ്യേണ്ട. നെക്സ്റ്റ് V1 ആണ്. V1 വിസിറ്റഡ് അല്ല അല്ലേ. ഇപ്പോൾ V1നെ നമ്മൾ പോപ്പ് ചെയ്തു, V1നെ നമ്മൾ വിസിറ്റഡ് ആക്കി. ഓക്കെ, നെക്സ്റ്റ് V1ൻ്റെ അൺവിസിറ്റഡ് നെയ്ബർ V7 ആണ്. സോ V7നെ വിസിറ്റ് ചെയ്യിപ്പിച്ചു. V7ൻ്റെ V4 ആണ് നെയ്ബർ അൺവിസിറ്റഡ്, സോ V4ൻ്റെ അൺവിസിറ്റഡ് നെയ്ബറായിട്ട് ആരുമില്ല, സോ അവിടെ വെച്ചിട്ട് നമ്മൾ ഇത് ക്ലോസ് ചെയ്തു. ഓക്കെ, സോ നെക്സ്റ്റ് എനിക്ക് വീണ്ടും സ്റ്റാക്ക് എം ടി അല്ലാത്തത് വരെ പ്രൊസീജിയർ ചെയ്യണം. ഞാൻ പോപ്പ് ചെയ്യുകയാണ് V4നെ പോപ്പ് ചെയ്യുന്ന സമയത്ത് V4 ഓൾറെഡി വിസിറ്റഡ് ആണ്, സോ ട്രാവേഴ്സ് ചെയ്യേണ്ട. നെക്സ്റ്റ് V7 ആണുള്ളത്. V7 ഓൾറെഡി വിസിറ്റഡ് ആണ്. ഇപ്പോൾ എന്തായി, സ്റ്റാക്ക് എം ടി ആയി. സ്റ്റാക്ക് എം ടി ആവുന്നത് വരെയാണല്ലോ ഈ പ്രൊസീജിയർ ചെയ്യേണ്ടത്. സോ ഇപ്പോൾ എന്തായി, സ്റ്റാക്ക് എം ടി ആയി. എല്ലാം പോപ്പ് ചെയ്ത് കഴിഞ്ഞു. സോ ഇതാണ് നമ്മുടെ സ്ട്രോങ്ലി കണക്റ്റഡ് കമ്പോണൻസ്. ഓക്കെ, സോ ഫസ്റ്റ് പാസ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ സെക്കൻഡ് പാസ്സിൽ എന്ത് ചെയ്യുക, എല്ലാ വെർട്ടിസസിനെയും അൺവിസിറ്റഡ് ആക്കുക. അപ്പോൾ ഇതൊക്കെ എന്തായി, എല്ലാ വെർട്ടിസസും വിസിറ്റഡ് ആയി. ഫസ്റ്റ് പാസ്സിൽ എല്ലാ വെർട്ടിസസും വിസിറ്റഡ് ആയിരിക്കും. സെക്കൻഡ് പാസ് നമ്മൾ തുടങ്ങുമ്പോൾ അൺവിസിറ്റഡ് ആക്കുക, പിന്നെ എഡ്ജിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുക. എന്നിട്ട് നമ്മൾ ആ ഫുൾ സ്റ്റാക്ക് വെച്ചിട്ട് നമ്മൾ കണ്ടിന്യൂ ചെയ്യുക. ഓക്കെ, ആദ്യം നമ്മൾ പോപ്പ് ചെയ്യുന്നു, എന്നിട്ട് അതിൻ്റെ അൺവിസിറ്റഡ് വെർട്ടിസസിനൊക്കെ എടുത്ത് എഴുതുന്നു. അൺവിസിറ്റഡ് അല്ലാതെ വരുമ്പോൾ വീണ്ടും ഈ പോപ്പിംഗ് ഓപ്പറേഷൻ, അതായത് ഈ പ്രൊസീജിയർ വീണ്ടും കണ്ടിന്യൂ ചെയ്യുക അണ്ടിൽ ദി സ്റ്റാക്ക് ബിക്കം എം ടി. സോ ഈ 3 കമ്പോണൻ്റ് ആണ്. ഇതാണ് 3 സ്ട്രോങ്ലി കണക്റ്റഡ് കമ്പോണൻറ്റ് ഓഫ് ദി ഗിവൺ ഗ്രാഫ്. ഓക്കെ, ഇനി ഇതിൻ്റെ ടൈം കോംപ്ലക്സിറ്റി നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ DFSൻ്റെ കോംപ്ലക്സിറ്റി എങ്ങനെ പറഞ്ഞു, ഓർഡർ ഓഫ് V+E അല്ലേ. നമ്മൾ ഗ്രാഫ് റിവേഴ്സിൽ വരുമ്പോഴും വരുന്നത് ഓർഡർ ഓഫ് V+E ആണ്. രണ്ടാമത്തെ പാസ് വരുമ്പോഴും ഓർഡർ ഓഫ് V+E ആണ്. സോ നമുക്ക് ഇതിൻ്റെ ടോട്ടൽ കോംപ്ലക്സിറ്റി എന്ന് പറയുമ്പോൾ എന്ത് എഴുതാം, ഓർഡർ ഓഫ് V+E എഴുതാം. ഓക്കെ.